ചെറിയ ചെറിയ പാപങ്ങൾ നിങ്ങൾ വല്ലാതെ സൂക്ഷിക്കണേ. ചെറിയ ചെറിയ പാപങ്ങൾ നിങ്ങൾ വല്ലാതെ സൂക്ഷിക്കണേ. ആ ചെറിയ ചെറിയ പാപങ്ങൾ നിങ്ങളിലേക്ക് അധികരിച്ച് കടന്നു വന്നാൽ അത് നിന്നെ നശിപ്പിച്ച് കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ചെറിയ ചെറിയ പാപങ്ങൾ അധികരിക്കുന്നതിലൂടെ പടച്ചവരെ നീ നശിച്ചു പോവുകയാണ്, നീ നരകത്തിന്റെ അവകാശിയായി പോകുമെന്ന് ലോകത്തിന്റെ നേതാവ് ഇവിടുന്ന് പഠിപ്പിച്ചു തരുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, കള്ളു കുടിക്കുന്നതിന് നമ്മൾ വല്ലാതെ ഭയപ്പെടുന്നു. വ്യഭിചരിക്കാൻ പറഞ്ഞാൽ വ്യഭിചരിക്കൂല, പലിശ തിന്നാൻ പറഞ്ഞാൽ പലിശ തിന്നൂല. വൻപാപങ്ങൾ ചെയ്യാൻ നമ്മളിൽ എല്ലാവർക്കും വല്ലാത്ത പേടിയാണ്. കാരണം വൻപാപങ്ങൾ ചെയ്യുന്നത് വല്ലാത്ത പാപമാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് വൻപാപങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. കള്ളു കുടിക്കാൻ പേടിയാണ്, വ്യഭിചരിക്കാൻ പേടിയാണ്, പലിശ തിന്നാൻ പേടിയാണ്, ശിർക്ക് ചെയ്യാൻ പേടിയാണ്, യതീമിന്റെ സമ്പാദ്യം തിന്നാൻ പേടിയാണ്. നല്ലവരെ കുറിച്ച്, അല്ലാഹു ഇഷ്ടപ്പെട്ടവരെ കുറിച്ച്, പടച്ചവനെ പേടിച്ച് നടക്കുന്നവരെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു നടക്കാൻ പേടിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, വൻപാപങ്ങളെ തൊട്ട് എല്ലാവരും സൂക്ഷിക്കുന്നവരാ, എല്ലാവരും വൻപാപങ്ങളെ തൊട്ട് സൂക്ഷിക്കുന്നവരാണ്. പക്ഷേ ചെറിയ ചെറിയ പാപങ്ങളുണ്ടല്ലോ, നീ അതിനെ വല്ലാതെ സൂക്ഷിക്കണേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഓർമ്മപ്പെടുത്തലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഓർമ്മപ്പെടുത്തലാ. മോനെ, ചെറിയ ചെറിയ പാപങ്ങളെ നിസാരമായി കാണരുത്. അത് നിനക്ക് നാശമാണ്, അത് നിനക്ക് നാശമാണ്. നീ ചെയ്യുന്നത് ചെറുതാണോ വലുതാണോ, നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ കണക്ക് പറയേണ്ടവനാ. കാരണം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറാ. ഒരു കടുകുമണിയുടെ അളവാണ് നീ നന്മ ചെയ്യുന്നതെങ്കിൽ അതിന് നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ നിന്ന് നിനക്ക് പ്രതിഫലമുണ്ട്. പക്ഷേ നീ ചെയ്യുന്നത് ഒരു ചെറിയ ഒരു പാപമാകട്ടെ, അതിനെക്കുറിച്ച് നാളെ മലിക്കുൽ ജബ്ബാറായി പ്രപഞ്ചത്തിന്റെ അധിപനായ ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ പടച്ച റബ്ബുണ്ടല്ലോ, ആ പടച്ച റബ്ബ് നാളെ പരലോകത്ത് പിടിച്ചു നിർത്തിയിട്ട് അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് നീ എന്നോട് ഓരോന്നും എണ്ണി എണ്ണി ചോദിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, പടച്ചവനെ ചിലർക്കൊക്കെ ചെറിയ പാപമാണല്ലോ, അത് ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്തിട്ട് അത് നിസാരമായി തള്ളുകയാണ്. ഒരു പ്രയാസമില്ലല്ലോ, ഒരു വേദനയില്ലല്ലോ, അത് ചെയ്തു പോയതിന്റെ പേരിൽ ഒരു കുറ്റബോധമില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ചെറിയ പാപങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചോ. നിസ്കരിക്കുന്ന ഉമ്മ, ഖുർആൻ ഓതുന്ന ഉപ്പ, സ്വലാത്ത് പറയുന്ന ചെറുപ്പക്കാരാ, വഅദ് കേൾക്കുന്ന പെങ്ങള്, നിനക്ക് വ്യഭിചരിക്കാൻ പേടിയാണടി പൊന്നുമോള്. അന്യ ഒരു പുരുഷനുമായി ശാരീരികമായി ബന്ധപ്പെടുന്നത് നിനക്ക് പേടിയാണ്. കാരണം അതിലൂടെ നരകത്തിൽ പോകുമെന്ന് നിനക്കറിയാമല്ലോ. എടാ ചെറുപ്പക്കാരാ, കള്ള് നിന്റെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് കുടിക്കാൻ പറഞ്ഞാലും നീ കുടിക്കുകയില്ല. കാരണം അത് പാപമാണല്ലോ. കാരണം അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറഞ്ഞത്, ലാ യദ്ഖുലൂനൽ ജന്ന, മൂന്ന് വിഭാഗം സ്വർഗത്തിൽ കടക്കൂല. ആര് കടന്നാൽ, ആരൊക്കെ സ്വർഗത്തിൽ പോയാൽ മൂന്ന് വിഭാഗം ജനങ്ങൾ സ്വർഗത്തിൽ കടന്നു പോകില്ല. അതിലെ ഒരു വിഭാഗം ആരെന്നറിയുമോ? തൊണ്ടയ്ക്ക് താഴെ കള്ളിറക്കിയവനാണ്, കള്ളു കുടിച്ചവനാണ്, കഞ്ചാവടിക്കുന്നവനാണ്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനാണ്, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവനാണ്. അവന് തൗബ ചെയ്യാതെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകൂല. അതുകൊണ്ട് നിനക്ക് കള്ളു കുടിക്കാൻ പേടിയാണ്. പടച്ചവനെ, പലിശ വാങ്ങാൻ, പലിശ കച്ചവടം നടത്താ, പലിശ വാങ്ങാ പലർക്കും പേടിയാ. ചോദിച്ചാ പറയും, ഉസ്താദേ, സ്വന്തം ഉമ്മാനെ 33 പ്രാവശ്യം വ്യഭിചരിച്ചതിന് തുല്യമാണ്. പലിശ വാങ്ങുന്നതും പലിശ കൊടുക്കുന്നതും പലിശ തിന്നുന്നതും വലിയ പാപമാണല്ലോ. അതിൽ ഒരു ചെറിയ ഒരു ദിർഹം പോലും സ്വന്തം ഉമ്മാനെ വ്യഭിചരിക്കുന്നതിനേക്കാളും പാപമാ. അങ്ങനെയുള്ള പാപങ്ങള് പടച്ചവനെ പള്ളിയിൽ നിന്ന് അല്ലാഹ് ഹയ്യ അലൽ സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ്
അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ നമസ്കരിക്കാൻ പോകുന്നവരുണ്ട്. കാരണം പടച്ചവനെ സ്വർഗത്തിന്റെ താക്കോലാണല്ലോ നമസ്കാരം. ആ നമസ്കരിക്കാത്തവന് പടച്ചറബിന്റെ സ്വർഗമില്ലല്ലോ. അതുകൊണ്ട് പടച്ചറബല്ലേ വിളിക്കുന്നത്, ആ വിളിക്കുത്തരം നൽകണമല്ലോ. അതുകൊണ്ട് നമസ്കരിക്കുന്നവരുണ്ട്, ഖുർആൻ ഓതുന്നവരുണ്ട്. എന്തുകൊണ്ടാണ് പൊന്നുമോളെ ശരീരം മുഴുവനും മറച്ചുകൊണ്ട് നടക്കുന്നത്? ഈ മംഗലാപുരത്തിലേക്ക് നിങ്ങൾ കടന്നതല്ലോ പാതിരാത്രി 1 മണിയാകുമ്പോ 2 മണിയാകുമ്പോ അതാ കോളേജിൽ പഠിക്കാമെന്ന 18 വയസ്സുള്ള 20 വയസ്സുള്ള പെൺകുട്ടികൾ പാതിരാത്രി 1 മണിക്ക് ഈ മംഗലാപുരത്തിന്റെ തെരുവുകളിലൂടെ റോഡുകളിലൂടെ അലഞ്ഞു നടക്കുന്നത് കാണാ. പടച്ചവന് അവര് പലരും പർദ്ദ ധരിച്ചവരല്ല, ശരീരത്തിന്റെ ഭാഗങ്ങൾ തുറന്നു കാതിച്ചുകൊണ്ട് അവരൊക്കെ സന്തോഷത്തോടെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നവരാണ്. എന്തുകൊണ്ടാണ് നീ പർദ്ദ ധരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഹിജാബ് ഇടുന്നത്? എന്തുകൊണ്ടാ? പടച്ചവനെ പേടിച്ചത് കൊണ്ടല്ലോ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നുള്ള മോഹം കൊണ്ടല്ലോ, നാളെ പടച്ചറപ്പിന്റെ മുന്നിൽ കണക്ക് പറയേണ്ടവളാണെന്നുള്ള ചിന്തയുള്ളത് കൊണ്ടല്ലേ. പക്ഷേ ഇതൊക്കെ ചെയ്യുന്ന ഞാനും നിങ്ങളും ഉണ്ടല്ലോ, വലിയ പാപങ്ങളെ മാത്രമേ പേടിയുള്ളൂ, വലിയ തെറ്റുകളെ മാത്രമേ പേടിയുള്ളൂ. ചെറിയ പാപം ചെയ്യുമ്പോ ഒരു മടിയുമില്ല, ഒരു പേടിയുമില്ല, ഒരു കുഴപ്പവുമില്ല. ഈ മൂക്കിന്റെ മുകളിൽ വന്നിരിക്കുന്ന ഈച്ചയെ പായിച്ച് കളയുന്നത് പോലെയാ. ചെറിയ ചെറിയ പാപങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോ നിങ്ങൾക്കൊരു പ്രയാസമില്ല. ഒന്ന് തൗബ ചെയ്യുമോടാ ചെറുപ്പക്കാരാ. വ്യഭിചരിച്ചാ തൗബ ചെയ്യുമല്ലോ, കള്ള് കുടിച്ചാ തൗബ ചെയ്യുമല്ലോ, നിസ്കാരം മുടക്കിയാ തൗബ ചെയ്യുമല്ലോ, ഭർത്താവിനെ വഞ്ചിച്ചാ തൗബ ചെയ്യുമല്ലോ, പലിശ തിന്നാ തൗബ ചെയ്യുമല്ലോ. പക്ഷേ ചെറിയ ചെറിയ പാപങ്ങളുണ്ടല്ലോ, ആ പാപങ്ങൾ ചെയ്താ ഞാനും നിങ്ങളും പടച്ചറപ്പിന്റെ ദുർബാധിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് പടച്ചവര് ചെയ്തു പോയി തമ്പുരാര്, പറ്റിപ്പോയി തമ്പുരാര്, എനിക്ക് പുറത്തു തരണേ അല്ലാ എന്ന് പടച്ചവനോടൊന്ന് പശ്ചാത്തപിക്കാൻ പോലും മനസ്സില്ലാത്തവരാ. അതുകൊണ്ട് ഈ രാത്രിയിൽ ഇവിടെ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാ, വൻപാപങ്ങളെ കുറിച്ചല്ല, വലിയ വലിയ പാപങ്ങളെ കുറിച്ചല്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ലോകത്തിന്റെ നേതാവ് സ്നേഹത്തോടെ പിടിച്ചിരുത്തിക്കെടുത്തു, ആയിഷ ചെറിയ പാപങ്ങളെ നീ കരുതിയിരിക്കണേ. ചെറിയ പാപങ്ങൾ നിസാരമല്ല, ചെറിയ പാപങ്ങൾ നിസാരമല്ല. അത് നിന്നെ അവസാനം നാശത്തിലെത്തിക്കും, അത് നിന്നെ നരകത്തിൽ കൊണ്ടുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. കള്ളു കുടിച്ചിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കൈവക്കിക്കേ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കള്ളു കുടിക്കാത്തവരൊക്കെ താഴ്ത്തിക്കോ. വ്യഭിചരിക്കാത്ത എൻ്റെ എന്തിനാ വെറുതെ, അള്ളാഹു കാക്കുമാറാകട്ടെ, വെറുതെ എന്തിനാ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. തമാശയ്ക്ക് പോലും കള്ളം പറയാൻ പാടില്ല എന്നല്ലേ, തമാശയ്ക്ക് പോലും കള്ളം പറയാൻ പാടില്ല. എടാ കള്ളു കുടിക്കൂല, വ്യഭിചരിക്കൂല, പലിശ തിന്നൂല, ശിർക്ക് ചെയ്യൂല, നമ്മളൊക്കെ ഇങ്ങനെ നടക്കും. പക്ഷെ ചെറിയ പാവമുണ്ടല്ലോ, ചെറിയ ചെറിയ പാവമുണ്ടല്ലോ. നിങ്ങൾ നോക്കൂ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ കസേര പറക്കിയിട്ട് വിടും പെട്ടെന്ന്. ഡേ ആ നിൽക്കണ ചങ്ങായിമാരൊക്കെ ഇങ്ങോട്ട് കയറിക്കോ. ഈ മൈക്ക് ഈ ഇരിക്കണ ഇതെന്താപ്പ ഈ സാധനത്തിൻ്റെ പേര്, ആ ബോക്സിൻ്റെ താഴെ ഇങ്ങോട്ട് കയറുന്ന ചങ്ങായിമാരെല്ലാവരും ഇങ്ങോട്ട് കയറി. അൽഹംദുലില്ലാ ആ കസേരൊക്കെ ഇങ്ങോട്ട് കൊണ്ടിട്ടു ഒക്കെ ആൾക്കാർ നിൽക്കും. നിങ്ങോട്ട് കയറി കയറി നിൽക്കണ ചങ്ങാതിമാരൊക്കെ കയറിക്കോ. ഇന്ന് നിങ്ങൾക്കുള്ള വയല, നിങ്ങളൊന്നും കുറ്റം പറയത്തില്ല. ഇന്നത്തെ വയല് ആരെയും ഞാൻ കുറ്റം പറയൂല, പഠിക്കാനുള്ളൊരു വയല. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ഒന്ന് കയറടാ ചങ്ങാതി, കസേര വന്നില്ലടാ, അങ്ങോട്ട് കയറിയിരിക്കുക. ഇൻഷാ അല്ലാഹ് മുടി വളർത്തിയവരും താടി വളർത്തിയവരും കീറി പറഞ്ഞ പാൻറിട്ടവനും കയ്യിൽ ചങ്ങലയിട്ട് നടക്കുന്നവനും കാലിൽ ചരട് കെട്ടി നടക്കുന്നവനും ഞാൻ ആരെയും ഒന്നും പറയാറില്ല. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ഞാനിപ്പോൾ നോക്കിയേ, കാലിൽ ചരട് കെട്ടി നടക്കുന്ന ചെറുപ്പക്കാരുണ്ട്. ഇത് എവിടുന്ന് വന്നെന്ന് എനിക്കറിയത്തില്ല. സാധാരണ ഞങ്ങളുടെ നാട്ടിൽ പ്രാന്തന്മാരെയാ കാലിൽ ചങ്ങലയിടുന്നത്. മതവിളകിയ ആനയെ ചങ്ങലയിടും ഇല്ലേപ്പാ. സാധാരണ പെണ്ണുങ്ങൾ 2 കാലിലും പാദസ്വരം ഇടും, പാദസ്വരം ഇല്ല ചെയിനിടും. ഇപ്പം ആണുങ്ങളുടെ ചിലരുടെ കാലിൽ ഒരു ചരട് കെട്ടിയിട്ടുണ്ട്, ചില പെണ്ണുങ്ങളുടെ കാലിൽ ഒരു കാലിൽ ചരട് കെട്ടിയിട്ടുണ്ട്. എന്തിനാണെന്നറിയത്തില്ല, ഓടാതിരിക്കാനായിരിക്കും. അല്ലാഹു കാക്കുമാറാകട്ടെ. അതെന്തിനാ പുസ്തകം അങ്ങനെ കിട്ടാറുണ്ട്? എന്തിലുണ്ടോ? ആ മന്ത്രിച്ചത് കാലില കിട്ടണയില്ലേ, അറിയില്ലായിരുന്നു. അൽഹംദുലില്ലാ. എനിക്കിപ്പോൾ എന്തെങ്കിലും പറയാൻ പേടിയാ, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ വിവാദം. അതുകൊണ്ട് സത്യം പറഞ്ഞ ഒന്നും പറയൂല, കാരണം എവിടെ ക്ലിപ്പ് ഇറക്കണമെന്ന് അറിയില്ല. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. ഇരിക്കട ചങ്ങാതി കയറിയിട്ട് കസേര തീർന്ന ഷാഫിക്ക് എന്ത് പിടുത്തം പോയില്ലേ, കുഴപ്പമില്ല. ഇൻഷാ അല്ലാഹ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കും. ഇൻഷാ അല്ലാഹ് 11:30 പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ.
മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹുവിന്റെ റസൂല് പറയുന്ന ചില പാപങ്ങൾ കണ്ണിന്റെ രോമത്തെക്കാൾ വളരെ ലോലമാണ്. ഈ കൺപീലിയുണ്ടല്ലോ, ഇതിനേക്കാളും ചെറുതാണ് ചില പാപങ്ങൾ. പക്ഷെ ആ പാപങ്ങൾ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ വൻപാപങ്ങളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടതായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചെയ്യുന്ന ചില പാപങ്ങളുണ്ട്, നമ്മളുടെ കണ്ണിന്റെ പീലിയിൽ അത്ര പോലില്ല. നിസാരം ചെറിയ പാപം, പക്ഷെ ആ പാപം നിനക്ക് ചെറുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടങ്ങളിൽ അത് വൻപാപങ്ങളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടതായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉറക്കെ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഏതാണ് ആ പാപമെന്നറിയുമോ? ഞാനും നിങ്ങളും ചെയ്യുന്ന ചെറിയ പാപങ്ങളുടെ വില നമുക്കറിയാഞ്ഞിട്ടാണ്, അതിന്റെ ഗൗരവത്തെ കുറിച്ച് നമുക്കറിയാഞ്ഞിട്ടാ. അല്ലാഹുവേ, അൻ അബ്ദുല്ലാഹി ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനവറുകൾ അവിടുന്ന് ഒരു സംഭവം പറയുകയാ. ദഅത്നി ഉമ്മി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖായിദൻ ഫീ ബൈതിനാ ഫഖാലത് ഹാ തആല ഉഅതീക. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഇങ്ങനെ വീടിന്റെ അകത്തിരിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ പടച്ചവനെ അവിടെ ഒരു ചരിത്രം പറയുകയാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, എൻ്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ വീടിന്റെ അകത്തിരിക്കുമ്പോ ഒരു ചെറിയ മകൻ വീടിന്റെ വെളിയിൽ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വീടിന്റെ പുറത്തിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ മകനുണ്ടല്ലോ, ആ മകനെ ഉമ്മ വിളിക്കുന്നു, യാ ബുനയ്യാ, പൊന്നുമോനെ ഇവിടെ വാടാ, ഞാനൊരു സാധനം തരാ. പെങ്ങളെ കേൾക്കണേ, എൻ്റെ പ്രിയപ്പെട്ട ഓരോ ഉമ്മമാരും കേട്ടോ, ഞാനും നിങ്ങളും ചെയ്യുന്നവരാണ്, മക്കളുള്ള ഓരോ മാതാപിതാക്കളും ചെയ്യുന്നവരാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ നോക്കുമ്പോ മാതാവ് വീടിന്റെ പുറത്ത് കളിച്ചു കൊണ്ടിരിക്കുന്ന മകനെ വിളിക്കുന്നു, മോനെ ഇവിടെ വാടാ, ഞാനൊരു സാധനം തരാ, ഞാനൊരു സാധനം തരാ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പൊന്നാര മകനെ മാതാവ് വിളിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് ചോദിച്ചു, ആ മാതാവിനോട് ചോദിക്കുകയാ, എന്ത് കൊടുക്കാമെന്ന് പറഞ്ഞാണ് നിങ്ങൾ വിളിച്ചത്? എന്തെങ്കിലും കൊടുക്കുമോ? ആ സമയത്ത് മാതാവ് പറയുന്നു, നബിയേ, അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഒരു കാരക്ക കൊടുക്കാമെന്ന് ഞാൻ മനസ്സിൽ കരുതി നബിയേ. എന്റെ പൊന്നുമകനെ വിളിച്ചടുത്ത് വരുമ്പോ അവനൊരു കാരക്ക കൊടുക്കാമെന്ന് ഞാൻ കരുതി, അതുകൊണ്ടാണ് വിളിച്ചത്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഫഖാല ലഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങളെങ്ങാനും അത് കൊടുത്തില്ലെങ്കിൽ തുഅതി ബിഹി ശൈഅൻ കുതിബത അലൈഹി കിബ്ദാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, ഉമ്മാദിന്റെ മക്കള് വീടിന്റെ വെളിയിൽ കിടന്ന് കളിക്കുമ്പോ അടുത്ത വീട്ടിലേക്ക് പോകാൻ നോക്കുമ്പോ നീ പറയുന്നതനുസരിക്കാതെ വരുമ്പോ, മോനെ ഇവിടെ താടാ, നിനക്കത് വാങ്ങിത്തരാ, ഇത് വാങ്ങിത്തരാ, വണ്ടി വാങ്ങിത്തരാ എന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ മോഹിപ്പിച്ച് അടുത്ത് വിളിച്ചിട്ട് ആ മക്കളെ പറ്റിക്കുന്ന മാതാവേ, ആ മക്കളെ കളിപ്പിക്കുന്ന വാപ്പാ, കൊടുക്കാമെന്ന് പറഞ്ഞ് മക്കളെ അടുത്ത് വിളിച്ചിട്ട് കളിപ്പിച്ച അല്ലാഹുവിന്റെ മലക്കുകള് അത് കള്ളം പറഞ്ഞതിന്റെ പേരിൽ എഴുതുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ വീടിന്റെ പുറത്തിരിക്കുന്ന കളിക്കുന്ന മക്കളോട് പറയണ്ട, മോനെ ഇനി വാടാ, നിനക്ക് ഞാൻ അമ്പിളി അമ്മാവനെ മേടിച്ചു തരാം, നിനക്ക് അംബാനിയെ കാണിച്ചു തരാം, നിനക്ക് ഞാൻ കാറ് വാങ്ങിത്തരാം, വാടാ മോനെ എന്ന് അടുത്ത് വിളിച്ചിട്ട് കളിപ്പിക്കും. അങ്ങനെ ചെയ്യുന്നത് ആ മാതാവിന്റെ പേരിൽ കള്ളം പറഞ്ഞ ഒരു പാപം അല്ലാഹുവിന്റെ മലക്കുകൾ എഴുതി വെക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. വീടിന്റെ പുറത്തിരുന്ന് കളിക്കുന്ന മക്കളെ വിളിച്ചിട്ട് പറയും, ആകാശത്ത് കാണുന്ന അമ്പിളി അമ്മാവനെ ഞാൻ ഇപ്പൊ പിടിച്ചാമ്പാ, ചോറുണ്ണുമ്പോ പറഞ്ഞു കൊടുക്കത്തില്ലയോ, നിനക്ക് അത് വാങ്ങിത്തരാം, ഇത് വാങ്ങിത്തരാം, വല്ലതും വാങ്ങിക്കൊടുക്കോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ പോലും നമ്മൾ ചുമ്മാതെ പറയുന്നതാ നമ്മുടെ മക്കൾ അടുത്തു വരാൻ.
പക്ഷെ അങ്ങനെ പറയുന്നത് പോലും കള്ളമായിട്ട് മലക്കുകൾ എഴുതി വെക്കുമെന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെറിയ പാപങ്ങൾ കരുതിയിരിക്കണം, നിസാരമല്ല. നമ്മളത് നിസാരമായി കാണുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നമുക്ക് ഈ ചെറിയ പാപങ്ങൾ ഇങ്ങനെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ മഹാനായ യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരാൾക്ക് രോഗം പിടിച്ചു കഴിഞ്ഞാൽ ഭക്ഷണത്തിന്റെ രുചി പോകും. ഇപ്പൊ പിന്നെ കൊറോണയുടെ അടയാളമായിട്ട് അത് പറയുന്നത്. അല്ലാഹു കാക്കുമാറാകട്ടെ. പനി പിടിച്ചു കഴിഞ്ഞാൽ മന്തി ബിരിയാണി തിന്നാൻ വല്ല ടേസ്റ്റും ഉണ്ടോ? ചങ്ങാതി. എടാ, പനി പിടിച്ച് കിടക്കുന്നവന്റെ മുമ്പിൽ മട്ടൻ മന്തി കൊണ്ട് വെച്ചു കൊടുത്തിട്ട് അവൻ തിന്നാലും ഇവൻ നോക്കുക, എന്താപ്പാ ഇതൊന്നുമില്ല, പൻസാര വായിട്ടാലും ടേസ്റ്റ് അറിയത്തില്ല. രോഗം പിടിച്ചു കിടക്കുന്നവന്റെ അടുക്കൽ ഭക്ഷണം കൊണ്ട് കൊടുക്കുമ്പോൾ ഭക്ഷണത്തിന്റെ രുചി നഷ്ടപ്പെട്ടു പോകും. യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഈ ചെറിയ പാപങ്ങൾ ചെയ്ത് ഹൃദയം കറുത്തുപോയവനുണ്ടല്ലോ, അവന് ഈമാനിന്റെ മാധുര്യം നഷ്ടപ്പെട്ടു പോകുമെന്ന് മഹാനവറുകൾ പഠിപ്പിക്കുകയാ. അള്ളാഹു കാക്കുമാറാകട്ടെ. അതാടാ ഉസ്താദെ, എത്ര വയത് കേട്ടിട്ട് ഞാൻ നേരെയാകുന്നില്ലല്ലോ ഉസ്താദെ. അതിന്റെ കാരണമായത്, എത്ര വയത് കേട്ടിട്ടും നന്നാകാത്ത ചിലതുണ്ടല്ലോ. എത്ര വയലല്ല, ഇനി എന്തുമാകട്ടെ, ജീവിതത്തിൽ എന്തൊക്കെ കേട്ടിട്ടും വെടികൊണ്ടതുപോലെ ഇരിക്കുക, ഒരു മാറ്റവുമില്ല.